നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് യൂണിവേഴ്സിനോടാണ്. ഈ ലോകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രാപഞ്ചിക ശക്തി തന്നെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഊർജ്ജ ശക്തിയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് യൂണിവേഴ്സിനോടാണ്. നിങ്ങൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഏതൊരു ഗോഡിനോടും നിങ്ങൾക്ക് ഉപമിക്കാവുന്നതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡിനോടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള വിശ്വാസം നിങ്ങൾ നിലനിർത്തുക. അപ്പോൾ ഈ യൂണിവേഴ്സ് ആണ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്തും തരുന്നത്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ മനുഷ്യ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ, അതായത് കയറ്റവും ഇറക്കവുമുണ്ട്. അതായത് 100% ആരും തന്നെ പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന നന്മകൾക്ക് അല്ലെങ്കിൽ തിന്മകൾക്ക് രണ്ടിനും ഒരുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് യൂണിവേഴ്സിനോടാണ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഊർജ്ജ ശക്തിയാണ്, ഒരു പ്രപഞ്ച ശക്തിയാണ്. നമുക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഒരു ഊർജ്ജ ശക്തി തന്നെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന്. എന്നാൽ കർമ്മഫലം എന്നുള്ള സംഭവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളാണ് കർമ്മഫലങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ചീത്ത പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. വിതച്ചതാണ് കൊയ്യുകയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് സ്വാഭാവികമായിട്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കർമ്മഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ കർമ്മഫലങ്ങൾ. ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സ്ട്രഗിൾസിനെയും നമ്മൾ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ സ്ട്രഗിൾസിനെയും നേരിടുമ്പോൾ ആ ഓരോ സ്റ്റെപ്പിലും നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിളിംഗ് പോയിന്റ്സിന് പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ചില ആളുകൾ വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവരൊരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ല. പകരം യൂണിവേഴ്സിനോട് യൂണിവേഴ്സിനെ അവർ കുറ്റം പറയുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിളിംഗ് പോയിന്റ്സിന് പോലും യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സ് അറിയാതെ നമ്മുടെ ലൈഫിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്, ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് വഴികൾ നിങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ വഴിയിൽ നിങ്ങൾക്ക് വളരെ വലിയ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് എന്താണ് നമ്മൾ പറയുന്നത്? കുന്നുണ്ടാവാം അല്ലേ, മലയുണ്ടാവാം, കുഴികളുണ്ടാവാം, അഗാധ ഗർത്തങ്ങളുണ്ടാവാം. പക്ഷെ ഇതിനെല്ലാം താണ്ടി തരണം ചെയ്തിട്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അതിനൊരു വൈറ്റ് ബോൾ പോലെ കണ്ട് ആ വൈറ്റ് ബോളിനെ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സഞ്ചരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. യൂണിവേഴ്സിനോട് ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യാത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആരും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ വഴികൾ, നമ്മുടെ പാതകൾ നമുക്ക് സുഗമമായിട്ട് താണ്ടി പോകാൻ കഴിയും. അതായത് സഞ്ചരിച്ച് മറുകരയിൽ നമുക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഏത് നിമിഷവും നിങ്ങളെപ്പോഴും യൂണിവേഴ്സിനോട് പ്രാർത്ഥനകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഗോഡിനോടാകാം. കാരണം മനുഷ്യരുടെ മനസ്സിൽ ഗോഡ് എന്നുള്ള പ്രതിച്ഛായ പല രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രാപഞ്ചിക ശക്തിയാണ്, ഊർജ്ജ ശക്തിയാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ യൂണിവേഴ്സിന്റെ അറിവോട് കൂടിയാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. അപ്പൊ നമ്മുടെ പാതകൾ എങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ ചാനലാണ്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ വളരെ നല്ലതായിരിക്കും. ഹൗ ടു പ്രേ ടു ദി യൂണിവേഴ്സ് എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിനോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അടുത്ത ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്.